റഷ്യയെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഉക്രൈൻ റഷ്യയുടെ മണ്ണിൽ നടത്തിയ ഈ ആക്രമണം. എന്നിട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോഴും നിശബ്ദത തുടരുകയാണ്. ഇത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നുകിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ തീർക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല എങ്കിൽ റഷ്യ തളർന്നിരിക്കുകയാണ്. ഇതിൽ രണ്ടിലൊന്ന് എന്തായാലും സംഭവിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1941 ജപ്പാൻ അമേരിക്കയുടെ ഹവായിലുള്ള നാവിക താവളമായ പേൾ ഹാർബർ ആക്രമിച്ചതിന് സമാനമായ ആക്രമണമാണ് ഉക്രൈൻ റഷ്യയുടെ മണ്ണിൽ നടത്തിയത് എന്നാണ് റഷ്യയിൽ പലരും വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണത്തോട് കഴിഞ്ഞ ദിവസം ഉക്രൈൻ നടത്തിയ ആക്രമണം താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ അതിഭീകരമായ തിരിച്ചടിയാണ് റഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഉക്രൈൻ പറയുന്നത് റഷ്യയുടെ 34% ദീർഘദൂര സ്ട്രാറ്റജിക്കൽ യുദ്ധവിമാനങ്ങളും തങ്ങൾ തകർത്ത് കളഞ്ഞു എന്നാണ്. ഇതിലും വലിയ നാണക്കേട് ഇനി റഷ്യക്ക് ഉണ്ടാവാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ ഈ മാസം 24-ാം തീയതിയും 25-ാം തീയതിയും നെതർലാൻഡ്സിലെ ഹേഗിൽ വെച്ച് നാറ്റോ രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് ഉക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയെയും ക്ഷണിച്ചിട്ടുണ്ട്. നാറ്റോയുടെ സെക്രട്ടറി ജനറലായ മാർക്ക് റുട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ച് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യമാണ്. ഉക്രൈൻ നാറ്റോ അംഗത്വം ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഉക്രൈന്റെ നാറ്റോ പ്രവേശനത്തെ തടയുന്നതിന് വേണ്ടിയാണ് 2022 പുടിൻ ഉക്രൈന് നേരെ ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ റഷ്യയുടെ ഉക്രൈൻ ആക്രമണം 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആക്രമണം കൊണ്ട് ഇതുവരെ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹേഗിൽ വെച്ച് നടക്കുന്ന നാറ്റോ രാജ്യങ്ങളുടെ സമ്മേളനത്തിലേക്ക് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിലും ഈ സമ്മേളനത്തിൽ സെലൻസ്കി പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. 2024 വാഷിംഗ്ടണിൽ വെച്ച് നടന്ന നാറ്റോ സമ്മേളനത്തിൽ സെലൻസ്കി പങ്കെടുത്തിരുന്നു. 4 വർഷത്തിനുള്ളിൽ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുവാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്ന് 2 ദിവസം മുമ്പ് ജർമ്മൻ സൈനിക മേധാവി BBC-യോട് പറഞ്ഞിരുന്നു. നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ GDP-യുടെ 2% നാറ്റോക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നത്. ഇത് 5% ഉയർത്തണമെന്ന ആവശ്യം ഹേഗിൽ നടക്കുന്ന നാറ്റോ രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഉയർന്നു വരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയെ തകർക്കുന്നതിന് വേണ്ടിയാണ് നാറ്റോ ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത്. നിലവിൽ ബ്രിട്ടനും ജർമ്മനിയുമാണ് നാറ്റോയിൽ റഷ്യക്കെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനെ സൈനികമായി സഹായിക്കുന്നതും ബ്രിട്ടനും ജർമ്മനിയുമാണ്. ലോകത്തെവിടെയും ആക്രമണം നടത്തുവാനുള്ള അതിശക്തമായ മിസൈലുകൾ റഷ്യയുടെ കൈവശമുണ്ട്. ലോകം മുഴുവനും ചുട്ടരിക്കാനുള്ള ആയുധങ്ങൾ നിലവിൽ റഷ്യയുടെ കൈവശമുണ്ട്. എന്നിട്ടും ഉക്രൈനെ പോലുള്ള ഒരു രാജ്യം തങ്ങളുടെ നിരവധി യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടും റഷ്യ ഇപ്പോഴും നിശബ്ദത തുടരുകയാണ്. റഷ്യ തങ്ങൾക്കെതിരെ ആണവാക്രമണം നടത്തുമെന്നത് വെറും ഒരു പ്രചരണം മാത്രമാണ്. റഷ്യ തങ്ങൾക്കെതിരെ ഒരിക്കലും ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തില്ല എന്നാണ് ഉക്രൈൻ ചാര സംഘടന ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഉക്രൈന്റെ ഈ ധൈര്യത്തിനെല്ലാം പിന്നിൽ നാറ്റോയുടെ അതിശക്തമായ പിന്തുണ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.